ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ ചെയ്യാൻ പോവാണേ. വെക്കേഷന് നാട്ടിൽ പോയതുകൊണ്ടാട്ടോ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി പോയത്. ഇന്ന് നല്ലൊരു കരിമീൻ പൊള്ളിച്ചതാണേ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. കരിമീൻ നല്ല വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടണം. അതിനായിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അരമുറി നാരങ്ങയുടെ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്താലാണ് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കി ഇട്ടുള്ളൂ. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കി എടുക്കണം, ഒട്ടും കട്ടകളില്ലാതെ. ഇനി മീനുകൾ ഓരോന്നായിട്ട് എടുത്ത് അതിൽ നല്ലോണം മസാല പുരട്ടി കൊടുക്കണം. ഇതൊരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ കൂടുതൽ സമയം വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6 പച്ചമുളക്, 3 ഇതൾ വെളുത്തുള്ളി, പിന്നെ 2 മീഡിയം സൈസുള്ള തക്കാളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീനുകൾ ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ഒന്ന് ഡീപ്പ് ഫ്രൈഡ് ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് 2 വശവും ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. മീൻ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചൂടായ വെളിച്ചെണ്ണയിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇപ്പം മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പൊടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ മീൻ മറിക്കുമ്പോൾ. ഉള്ളിലേക്ക് ഇപ്പോൾ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു മൂടി കൊണ്ട് അടച്ചിട്ട് അതൊന്ന് വെന്തുടഞ്ഞ് വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇപ്പം മീനും മസാലയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പാക്ക് ചെയ്തെടുക്കാം. ഈ വാഴയില ഞാനിപ്പോൾ തീയിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ വാഴയില പൊട്ടിപ്പോകും. ആദ്യം തന്നെ നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മസാല വാഴയിലയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഒരു കരിമീൻ എടുത്ത് വയ്ക്കാം. വീണ്ടും അതിന് മുകളിൽ നമ്മൾ മസാല തേച്ച് കൊടുക്കുകയാണേ. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരമുറി നാരങ്ങയുടെ നീര് ഞാനിതിന് മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് കഷ്ണം തക്കാളിയും ഒരു കറിവേപ്പിലയും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വാഴയില നന്നായിട്ട് അടച്ചിട്ട് ഒരു ചരട് കൊണ്ട് അല്ലെങ്കിൽ വാഴയുടെ വള്ളി കൊണ്ടോ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് കെട്ടിയെടുക്കണം. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന കരിമീൻ വാഴയിലോട് കൂടി എടുത്ത് അതിലേക്ക് വയ്ക്കാം. എന്നിട്ടൊരു മൂട് കൊണ്ട് അടച്ച് 1 മിനിറ്റെങ്കിലും തീ സിമ്മിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചുവിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കണം.
അതായത് ഇപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടില്ലേ? അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. അതുപോലെ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്